കോൺഗ്രസ് യുവ നേതാവിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ യുവനടി പരാതി ഉണ്ടായാൽ ഡിവൈഎഫ്ഐ ഒപ്പം നിൽക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറയുകയാണ്. ഡിവൈഎഫ്ഐ എന്നും ഇരകൾക്കൊപ്പമാണ്. പരാതിയുണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കുമെന്നും വി വസീഫ്. ഇരകൾക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു സമീപനം തന്നെയാണ് എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിക്കാറുള്ളത്. അത് തീർച്ചയായിട്ടും ആത്മാർത്ഥമായി അങ്ങനെ ഒരു ഈ ഇരകൾക്കൊപ്പം, ഈ വേട്ടയാടപ്പെടുന്ന ഇരകൾക്കൊപ്പം നിൽക്കുക എന്നുള്ള സമീപനം തന്നെ ഡിവൈഎഫ്ഐ സ്വീകരിക്കും. അതിൽ വേറെ തർക്കമൊന്നുമില്ലല്ലോ. ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ വരുന്ന സമയത്തെല്ലാം ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് തടി തപ്പുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഇവരെ കൊണ്ട് മറുപടി പറയിച്ചിട്ട് തന്നെ ഈ സമൂഹം മുന്നോട്ട് പോകും. അപ്പോൾ ആ വിഷയം അതങ്ങനെ മറ്റ് പാർട്ടികളൊക്കെ തന്നെ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഹാഷ്മി, ഇതിൽ പറയാനുള്ള ഒരു കാര്യം, ഇത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തോന്നുന്നു, ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിക്കുന്നു, അതിൽ വ്യക്തത വരണമെങ്കിൽ എന്താണ് വേണം? അതിൽ അന്വേഷണം നടക്കണം, ആ കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ തേടണം. അതിനു പകരം ഒറ്റയ്ക്കാക്കുക, അവഗണിക്കുക, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക, കൂട്ടത്തോടെ ആക്രമിക്കുക, അതൊന്നും ഒരിക്കലും നല്ലതല്ല. അത് ഇപ്പോൾ ഈ പറയുന്ന പാർട്ടിക്ക്, ആരോപണ വിധേയനായ നേതാവിനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ അത് ഗുണം ചെയ്യില്ല. മറു പാർട്ടിക്കാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് രാഷ്ട്രീയ ലക്ഷ്യം എന്നതിനേക്കാളൊക്കെ ഉപരി ഇതൊരു പെൺകുട്ടി ഉന്നയിച്ച ഒരു പ്രശ്നമാണ്. അത് പ്രത്യേകിച്ച് ജനപ്രതിനിധിയായി നിൽക്കുന്ന ഒരാൾക്കെതിരെ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ സത്യാവസ്ഥയാണ് അറിയേണ്ടത്. അതിന് ആ കുട്ടിയെ ബോഡി ഷെയ്മിംഗ് നിർത്തുകയോ അല്ലെങ്കിൽ വല്ലാതെ ആക്രമിച്ച് മാനസികമായി തകർക്കുക എന്നുള്ള കാര്യത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നേ പറ്റൂ. ഓക്കെ, അപ്പോൾ അതിൽ ആവശ്യമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. KPCC അധ്യക്ഷനിൽ നിന്ന്, ഈ പറയുന്ന യുവ നേതാവിൽ നിന്ന് ഒക്കെയുള്ള രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഈ ആരോപണങ്ങളിലെ മറുപടികൾ നമുക്കിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.